അങ്കിള് പറയുവാണ് എത്രയും പെട്ടെന്ന് പാസ്പോർട്ടും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കോ. അങ്കിൾ അവിടെ കാത്തിരിക്കുവാണ്. കോഴ്സ് കഴിയുന്നതും പിന്നെ അവിടെ ജോലിക്ക് അങ്ങ് കയറിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ടെന്ന്. പാവം തങ്കപ്പെട്ട മനുഷ്യൻ. നീ ശരിക്കും അച്ഛനമ്മടുത്ത് ചോദിച്ചായിരുന്നു പോകുന്ന കാര്യം? പിന്നില്ലാണ്ട്. ഞാൻ ചെന്നൈയിൽ നിന്ന് വിളിച്ചു വെച്ച് ഫുൾ പെർമിഷൻ കൊണ്ടാണ് നാട്ടിലോട്ട് ഇറങ്ങിയത്. അത് ശരി. കുഴപ്പമില്ല, എന്തായാലും നടക്കട്ടെ. ഇപ്പം എവള് ഇത്ര ആഗ്രഹിക്കില്ല അല്ലേ ചേച്ചി? അതുകൊണ്ട് ഞാനും ഒന്നും പറയായിരുന്നു. പിന്നെ സാധാരണ നീ ഉള്ള എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ തീരുമാനം എടുക്കാനുള്ളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അയ്യോ, ഞാനതങ്ങ് ആലോചിച്ചില്ല. ഞാൻ വിചാരിച്ചു കേൾക്കുമ്പോഴത്തേക്ക് നീയും ഹാപ്പി ആവുമല്ലോ എന്ന്. നീ എന്താ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഹാപ്പി തന്നെ, ഹാപ്പി തന്നെ. പക്ഷെ എന്തെന്ന് പറഞ്ഞോളൂ, എന്തോ ഒരു സങ്കടം. എന്തായിരുന്നു കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ സിദ്ധുളി എനിക്ക് പറ്റിയ ഗൾഫില് ഒരു ജോലി സെറ്റാക്കിന്ന് പറഞ്ഞ് വിളിച്ചേ? ഓർമ്മയുണ്ട്. ഞാൻ പോണില്ലെന്ന് പറഞ്ഞത് ഒന്ന് എനിക്ക് അവിടെ പോകാനുള്ള മടിയും പിന്നെ നാട്ടിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കാരണമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. മാത്രമല്ല നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകണ്ടേ, അതുകൊണ്ടല്ല ഞാനും പോവാത്ത. എന്നെ കൊണ്ടൊന്നും പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അല്ല പക്ഷെ ശിവ നീ പോണം കേട്ടാ. കാരണം വല്ലപ്പോഴും ഇങ്ങനത്തെ ചാൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇപ്പം വീട് കുടുംബം മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല അല്ലേ? നീ പോണോടി, നീ പോയിട്ട് വാ. അങ്ങനെ പോയാ വരാനൊന്നും പറ്റൂല. അതിപ്പം അവരുടെ ചെലവിലല്ലേ പോകുന്നേ. നമുക്ക് തോന്നുമ്പോ തിരിച്ചു വരാൻ പറ്റുമോ? അത് മോശമല്ലേ? അതെങ്ങനെ ശരിയാവും? ചേച്ചി ചെന്നൈ പോയിട്ട് വരുന്ന പോലെ വരാൻ പറ്റത്തില്ലേ? അയ്യോ, അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ആദ്യം പോയി കഴിഞ്ഞാൽ എങ്ങനെ പോലെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെ കുറെ നാള് കഴിഞ്ഞാലാണ് മാസം കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴും വന്നു പോകാൻ പറ്റുക. അതെന്തോ ചേച്ചി? ചേച്ചി ചേച്ചി പോവണ്ട, നമുക്കുള്ള പൈസ മതി. എനിക്ക് ഇത്രയും നാള് ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചേട്ടാ പോണ്ടെന്ന് പറ. ചുമ്മാ ആച്ചില്ല സെന്റ് അടിച്ച് രക്ഷപ്പെടാനുള്ള ചാൻസ് കളയാ. എന്താ നീ പോയിട്ട് പാടി, പ്രശ്നമൊന്നുമില്ല. ചേച്ചി പോവണ്ട. എന്തൊരു കഷ്ടായത്. സമ്മതിക്കൂല മനുഷ്യന്. ഞാൻ പോകുന്നില്ല. പോണില്ലെന്നാ? അപ്പൊ അവരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് മോശമല്ലേ? ശിവ പുള്ളി ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ട് പോയതല്ലോടാ, ശരിയാവൂല. നീ എന്ത് ശരിയാവൂലെന്ന്? ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞോളാം എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ല എന്ന്. നിങ്ങളെങ്ങനെ എല്ലാവരും കൂടെ കിടന്ന് കരഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, പോകുന്നതിന് മുന്നേ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു. കഷ്ടാ നോക്കുന്നേ. ഞാൻ പോകുന്നില്ല. 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 നോക്കിക്കേ നോക്കിക്കേ, പോകുന്നില്ല. പോരെ? നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാ? പോകത്തില്ല. കരയണോ? ഞാനാ അങ്ങ് മാറി കണ്ണീരോടച്ചിട്ട് വാ. പോകുന്നില്ല. പോകുന്നില്ല. പോരെ? ആ, നീ പറഞ്ഞ പോലെ നാട്ടിൽ അത് പച്ച പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പച്ച പിടിക്കാൻ പറ്റുമോന്നേ? കൂട്ടത്തിൽ ഒരു ഒച്ചെങ്കിലും പുറത്തു പോയി രക്ഷപ്പെട്ടിട്ട് 10 പൈസ കൊണ്ടുവന്നേനെ. വിടരുത് അതിനെ. നീ പോണ്ട, പോട്ട്. നിനക്ക് എന്നുള്ള സ്നേഹം കാരണം പോത്ത് നമുക്കറിയാം. പോട്ടെ മക്കളെ, നീ പോണ്ട. പോട്ടെ. അയ്യോ